പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് ആദ്യമേ മുഖദാവിലെ കർത്താവിൻ്റെ നാമത്തിൽ ആശംസകൾ നേരുന്നു. സന്തോഷകരമായൊരു ദിവസം കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. ബുധനാഴ്ചയ്ക്ക് ഉള്ള ഒരു പ്രത്യേകത നമ്മൾ ഔസേപ്പിതാവിനെ ഓർക്കുന്ന ദിവസങ്ങളാണ്. ഇപ്പം നമുക്ക് ഔസേപ്പിതാവിൻ്റെ ഒരു വചനമാണ് ഇപ്പോൾ വായിക്കാൻ നല്ലതെന്ന് തോന്നണം. ഔസേപ്പിതാവ് ഇവിടുത്തെ പൊന്നല്ലേ, പൊന്നും മീരൊക്കെ കൊടുത്തായിരുന്നല്ലോ. പുള്ളിക്കാരൻ അതൊരു ഫൈനാൻസ് മിസ്മാനേജ്മെൻറ്റും ചെയ്തില്ല. നമുക്ക് ഭാഗം വായിക്കാം ആ സമയത്ത്. ഇപ്പോഴല്ല, ഇപ്പോൾ നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് വരാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മയെ പരിശുദ്ധ അമ്മേ, അമ്മയെ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗോർത്ത് പ്രാർത്ഥിക്കണേ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കഴിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് അനുഗ്രഹത്തിൻ്റെ സമർപ്പണ പ്രാർത്ഥിച്ചല്ല, ശിരസ് നമിച്ച് കൈകൾ കുപ്പി ആദരവോടെ ഭക്തിയോടെ നിൽക്കണേ. കർത്തൃസന്നിധിയിലാണ് നിൽക്കുന്നത്. നമുക്കുണ്ടാകുന്നൊരു ഗുണം, കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയാണ് നമുക്ക് വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മയെ പരിശുദ്ധമേ, ദേവമാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കി അങ്ങ് മക്കളെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ഇല്ലായ്മയിൽ ഈശോയെ ഒരു ഭാഗഭാക്കാക്കിക്കൊണ്ട് ദൈവതിരസ്സന് അതിനൊരു പരിഹാരം തേടുന്ന അമ്മയുടെ സ്വർഗീയമായ ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ച 10,000-കണക്കിന് മനുഷ്യരുടെ നിയോഗങ്ങളെ ഏറ്റക്കാരെ റിക്വസ്റ്റ് ഇട്ടവർ, ഓൺലൈൻ ഉടമ്പടി ചെയ്തവർ, തീർത്ഥാടന ഉടമ്പടി ചെയ്തവർ, കൃപാസനത്തെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചവർ, അമ്മയുടെ സന്നിധാനം കണ്ടു പ്രാർത്ഥിച്ച എല്ലാ മക്കളെയും ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
കർത്താവെ, കുടുംബത്തോളം രാജ്യത്ത് പട്ടിണി ഇല്ലെങ്കിലും പട്ടിണിയുള്ളവർ ഇപ്പോഴും ഉണ്ട് ഈശോയെ. അവർ സാമ്പത്തികമായ കടങ്ങൾ വന്നു പോയവരുണ്ട്, ബിസിനസ്സിൽ തകർന്നു പോയവരുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സാമ്പത്തികമായ തകർച്ച വന്നു പോയവരുണ്ട് ഈശോയെ. അവരുടെ മക്കൾ അനുഭവിക്കുന്ന ത്യാഗങ്ങളെ ഈ സമയത്ത്, സങ്കടങ്ങളെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവർക്ക് അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ. അവിടെ നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ചെറിയ ചെറിയ ജോലി ചെയ്തുകൊണ്ട് ഓരോ സ്ഥാപനം നിൽക്കുന്നവരുണ്ട് ഈശോയെ. അവർക്ക് ആ ജോലിക്ക് പുരോഗമനവും ഇല്ല, ആ ജോലി ഇട്ടിട്ട് പോരാനും പറ്റത്തില്ല. അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് ഈശോയെ. അവർക്ക് അവരുടെ സ്വസ്ഥവും സമാധാനവും സുരക്ഷിതമായി അവർക്കൊരു വരുമാന മാർഗം, ന്യായമായൊരു വരുമാന മാർഗം കിട്ടാവുന്ന സ്ഥലങ്ങളിലേക്ക് കർത്താവ് അവർ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. കർത്താവെ, 36 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്ത മക്കൾ ഒത്തിരി പേരുണ്ട് ഈശോയെ. ജീവിത പങ്കാളി കിട്ടാത്ത പുരുഷന്മാരുണ്ട്, സ്ത്രീകളെയൊക്കെ കൊണ്ട് പുരുഷന്മാരുണ്ട്. അതിൻ്റെ പേരിൽ ഭവനങ്ങളിലൊക്കെ വല്ലാത്ത അസ്വസ്ഥങ്ങളും സ്ഫോടനാത്മകമായ അന്തരീക്ഷമുണ്ട് ഈശോയെ. കർത്താവെ, മുതിർന്നതിനെ പഠിപ്പിച്ചവരെ ഗതി പിടിക്കാതിരിക്കുകയും ചെയ്ത കാരണം കുടുംബത്തിൽ മറ്റുള്ളവർക്ക് പഠിക്കാൻ പറ്റാതെ വരികയും അവർ താന്തോന്നികളായിട്ട് ജീവിക്കേണ്ടി വരികയും ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളവരുണ്ട് ഈശോയെ. അങ്ങനെ എത്തരത്തെ കുടുംബങ്ങളാണ് ഈശോയെ. സങ്കടങ്ങൾ തങ്ങളോട് എന്തെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ആരും അറിയിക്കാതെ കടിച്ചമർത്തി ഈ വിഷം ഇറക്കാനും പറ്റത്തില്ല, തുപ്പാനും പറ്റാത്ത രീതിയിൽ പരിഭ്രാന്തരെ നടക്കുന്നവരുണ്ട് ഈശോയെ. ഈശോ, അവരെല്ലാം നീ ഞങ്ങൾ ഓർക്കുന്ന കർത്താവ്. കൃപാസനം ആൾത്താർ ജനകൂടി ജലരക്ഷകളെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയോട് കൂടി തന്നെ കർത്താവ് ഞങ്ങളതെല്ലാം സമർപ്പിക്കുന്നത്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, വിദ്യാർത്ഥികളുടെ, ഉദ്യോഗസ്ഥന്മാരുടെ, ജോലി അന്വേഷിക്കുന്നവരുടെ, ജോലി നഷ്ടപ്പെട്ടവരുടെ, വീടില്ലാത്തവരുടെ, വഴിയില്ലാത്തവരുടെ, സ്ഥലമില്ലാത്തവരുടെ, ഇഴജന്തുക്കളുടെ, ശുദ്ധജീവികളുടെ ആക്രമണങ്ങളുള്ളവർ, വന്യമൃഗങ്ങളുടെ ആക്രമണമുള്ളവർ, കർത്താവ് എന്തെല്ലാം തരത്തിലുള്ള പീഡകളാണ് അവരുടെ മക്കൾ അനുഭവിക്കുന്ന ഈശോയും മറ്റ് അയൽവാസികളുടെ ദുരിതങ്ങൾ, മറ്റു തരത്തിലുള്ള മുഷ്കുള്ളവരുടെയും തണ്ട് രോഗികളുടെയും ചട്ടമ്പികളുടെയും തോന്നിയവാസങ്ങൾ, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ, കർത്താവ് ചതിയന്മാരുടെ പരിക്കുകളെല്ലാം അനുഭവിച്ച കുടുംബങ്ങൾ എല്ലാവരെയും കർത്താവെ ഈ ഒറ്റ പ്രാർത്ഥന കൂടെ നീ വിടുവിച്ച് നിലനിർത്തി അവരെ ആശ്വസിപ്പിച്ച് നീ അവിടെ കൂടെ നിന്നുകൊണ്ട് അവർ സന്ധിക്കണ പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനെ നീക്കും. ആമേൻ. നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്ന വചനങ്ങൾ അച്ഛൻ നേരത്തെ പറഞ്ഞാൽ ഔഷധപിതാവിൻ്റെ ദിവസമാണ്. എനിക്ക് ഔഷധപിതാവ് കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിനെ എന്നെ സ്വാധീനിച്ചത്, എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തന്നതാണ്. ഞാൻ ഇവിടുന്ന് വായിച്ചതോ പഠിച്ചതല്ല. ഈ അവർ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും വെള്ളിയും കൊടുത്തെന്ന് പറയുന്നു, പൊന്നും മീറയും കൊടുത്തില്ലേ, ആ 2 മത്തായി എന്നൊക്കെ അത് വായിച്ച് കേൾക്കാൻ. എന്നിട്ട് അത് പറയാം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് അതായത് ജ്യോതിഷികളാണ്. ശിശുവിനെ അമ്മയായ മറിയത്തോടു കൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഇത്രയും സംഭവം ക്ലിയർ അല്ലേ? ഇവിടെ ഔഷധപിതാവ് ഇല്ലല്ല. അതുകൊണ്ട് തന്നെ ഔഷധപിതാവ് ഇവിടെ ചർച്ചയാകണത്. അറിയാം, അവർ ജ്യോതിഷികള് തിരുപ്പിറവി സംഭവിച്ച ഞാൻ ആ ഗുഹയിൽ പോയിട്ടുള്ളതാണ്, ബെത്ലഹേമിലെ. അവിടെ ഒരു മല അടിവാരം ഇങ്ങനെ തുരന്നിങ്ങനെ പ്രാചീനമായിട്ട് കറുത്ത നിറത്തിലിരിക്കുന്ന പാറയൊക്കെ, നല്ല പച്ചപ്പുൽ പിടിച്ച ബെത്ലഹേം മലയോരങ്ങളും താഴ്വരകളും അതിമനോഹരമാണ്, കാണാൻ ഭംഗിയാണ്. അപ്പം അവിടെ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഔഷധപിതാവ് ഇല്ല. ഔഷധപിതാവ് ഇല്ല എങ്കിലും എന്താ സംഭവിക്കണത്? ഈ അമ്മയ്ക്കും ഉണ്ണീശയ്ക്കും വേണ്ട ആഹാരം ക്രമീകരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ മനുഷ്യൻ അവിടെ ഇല്ല. ഇത് തന്നെ തോമാസിലേക്കും പറ്റിയത്. കർത്താവ് വരുമ്പോൾ തോമാശ്രീ ഉണ്ടാകത്തില്ല, പക്ഷെ വഴക്ക് കേൾക്കും തോമാശ്രീ. ഔഷധപിതാവ് വഴക്ക് കേട്ടില്ല. തോമാശ്രീ ആ സമയത്ത് ഇവർക്ക് വേണ്ടിയുള്ള ആഹാരങ്ങൾ ചെയ്യാൻ വേണ്ടി, അന്ന് പേടിയുടെ കാലമല്ലേ, പുറത്ത് ആഹാരം സമ്പാദിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കർത്താവിനതൊക്കെ അറിയാമായിരുന്നു. അപ്പം എന്ത് സംബന്ധം നമ്മൾ ഈ എല്ലാ വിഷയങ്ങളും ഞാനിത് പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഈ പൊന്ന് കൊടുത്തില്ലേ, പൊന്നെന്തിനാ ദൈവം അങ്ങനെ കൊടുത്തത്? നമുക്കൊക്കെ ദൈവം തരുന്നുണ്ട്, പൊന്ന് മീറ തരുന്നുണ്ട്, അതിവിടെ പൊന്ന് തരുന്നുണ്ട്, മറന്നു പോകരുത്. തരണം മീറ മാത്രമേ നമ്മൾ ഓർത്തിരിക്കത്തുള്ളൂ. കയ്പായ അനുഭവങ്ങളെല്ലാം ഓർത്തിരിക്കത്തുള്ളൂ.
അതുപോലെ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് അഭിവൃദ്ധിയുടെ അനുഗ്രഹങ്ങൾ, സന്ധിപ്പിൻ്റെ അനുഗ്രഹങ്ങൾ എന്തെല്ലാം തരും. പക്ഷേ എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ഔസേപ്പിതാവ്, ഞാൻ ഇടയ്ക്ക് ഓർക്കുകയും, ഔസേപ്പിതാവിനെ ഈ അമ്മയും കുഞ്ഞിനെയും കൊല്ലാൻ പോയില്ലേ, അതിനുവേണ്ടി ഹെറോദസിലെ പടയാളികൾ പറന്നു വെട്ടി കുഞ്ഞുങ്ങളെ കരുതൽ കിടമ്പോൾ ഒരു കുതിര വണ്ടി സംഘടിപ്പിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഔസേപ്പിതാവ് ഈജിപ്തിലോട്ട് പറന്നു പോകേണ്ടതാണ്. പക്ഷെ എങ്ങനെ പോയെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ കാണുന്ന പടങ്ങളിലൊക്കെ കഴുതയാണ് ഉള്ളത്. അപ്പൊ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഇപ്പം നമുക്കിപ്പം വേണമെങ്കിൽ ഈ പൊന്ന് പണയം വെച്ചാൽ വിറ്റു ആർഭാടമായിട്ട് ആഘോഷമായിട്ട് പുള്ളിക്ക് പോകാം. അങ്ങനെ പോണ ആളല്ല അത്. അതാണ് പ്രശ്നം. പൊന്ന് ദൈവം തരുമ്പോൾ അത് ഉപയോഗിക്കണം. നമുക്ക് സമ്പത്ത് ദൈവം തരും, പക്ഷെ നമ്മളത് ഉപയോഗിക്കണം. അത് ബുദ്ധിപരമായിട്ട് ഉപയോഗിക്കണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, കൊഴുത്ത പശുവിൻ്റെ കഥ അറിയത്തില്ലേ? ബൈബിളിൽ കൊഴുത്ത പശുവിനെ കാണിക്കുന്നുണ്ടല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൽ, ഫറവോൻ്റെ സ്വപ്നത്തിൽ. അത് വ്യാഖ്യാനിച്ചപ്പോഴേ എന്താണ് ജോസഫ് പറഞ്ഞത്? കൊഴുത്ത പശുവിൻ്റെ കൂടെ പിന്നെ ഫറവോ കണ്ടത് മെലിച്ച പശുക്കളാണ്. അപ്പോൾ ഒരു 10 പൈസ ഒരു നല്ല അഭിവൃദ്ധിയുടെ കാലം ഉണ്ടായ ഒരു പട്ടിണിക്കാലം ഉണ്ടാകും, ഉറപ്പാണ്. ഒരു ആരോഗ്യകാലം ഉണ്ടായ ഒരു ക്ഷീണിത കാലം ഉണ്ടാകും. ഒരു സന്തോഷത്തിൻ്റെ കാലം ഉണ്ടായ ഒരു ദുഃഖത്തിൻ്റെ കാലം ഉണ്ടാകും. ഇങ്ങനെയാണ് ഈ ലോകം ക്രമീകരിച്ചിരിക്കുന്നത്. ഔസേപ്പിതാവിന് പണിയില്ലാത്ത കാലമാണ്. ഈജിപ്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പണി, ഞാൻ ഈജിപ്തിലെ കസേരയൊക്കെ കണ്ടിട്ടുണ്ട്. ഔസേപ്പിതാവിൻ്റെ കാലത്തുള്ള കസേരയൊക്കെ ഞാൻ ഈജിപ്തിലെ മമ്മിയുടെ മ്യൂസിയത്തിൽ പോയിട്ടുണ്ട്. ഈ പിരമിഡിൻ്റെ ഉള്ളിലുള്ള മ്യൂസിയമില്ലേ, തൂത്താൻഖാമിൻ്റെയൊക്കെ മ്യൂസിയം. അപ്പോൾ അവരൊന്ന് ഉപയോഗിച്ച കസേരയൊക്കെ കാണാം. അപ്പോൾ നല്ല പൊക്കമാണ് അതിനൊക്കെ. പക്ഷെ അതേസമയം തന്നെ ഇസ്രയേലിലെ മ്യൂസിയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കസേരകളെല്ലാം ഷോർട്ടാണ്. എൻ്റെ കണക്ക് തോതെല്ലാം വ്യത്യാസമുണ്ട്. തോതേ ഔസേപ്പിതാവിന് ഇവിടുത്തെ മരപ്പണിയൊക്കെ അറിയാൻ പാടുള്ളൂ. ഇസ്രയേലിൽ അവിടെ ചെല്ലുമ്പോൾ അത് ആ പണി പഠിക്കണേണ്ടാവും. അപ്പോൾ കുറേ നാൾ പണിയില്ലാതെ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് കർത്താവ് പൊന്ന് കൊടുക്കണത്. അപ്പോൾ ദൈവം നിനക്ക് ഒരു മെല്ലിച്ച പശുവിനെ നമ്മളെ വരുമാനം ഇല്ലാത്തൊരു കാലം കാണുമ്പോഴാണ്, മുമ്പിൽ ഉണ്ടാകുമ്പോഴാണ് വരുമാനം കിട്ടണമെന്ന് ഓർത്തേക്കണം. അല്ല വരുമാനം കിട്ടുമ്പോൾ തന്നെ അടിച്ചു പൊളിച്ചേക്കാം, വല്ല കാറ് മേടിച്ചേക്കാം. അതുപോലെ തന്നെ വീടൊക്കെ പുതുക്കി പണിഞ്ഞ് 2 മുറി എടുത്തേക്കാം, വല്ല ഗസ്റ്റ് വരെ, 6 ഗസ്റ്റ് വരെ. അപ്പോൾ വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ ഉദ്ദേശം ഗസ്റ്റ് എന്നാണ് പറയണമെന്നുണ്ടെങ്കിലും നാട്ടുകാർ, അയൽവാസികൾ വേറെ വീട് ഭംഗിയാപ്പെടുത്തും. അപ്പോൾ അവിടെ കുറയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഡെഡ് മണി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണത്, ഇന്ന് മുറി എടുത്തിരിക്കണത്. കിട്ടിയ കാശൊക്കെ അങ്ങനെ കാന്തിരി പോകും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ കടം മേടിക്കും. അപ്പോൾ ജീവിത ആർഭാടങ്ങൾ ഭയങ്കരമാണല്ലോ. ഈ ആർഭാടമെല്ലാം പണ്ട് 50 പേരുടെ കല്യാണമാണ് ഇപ്പോൾ 500 പേര് 1000 പേരൊക്കെ ആയിട്ട് വെച്ച് നടത്തുന്നതേ. നാടോടുമ്പോൾ നടുവ് ഓടുകയാണ്, പക്ഷെ നടുവൊടിഞ്ഞ് കിടക്കുകയാണ്. ഔസേപ്പിതാവിന് അങ്ങനെ ഒന്നുമില്ല. ആ പൊന്ന് സൂക്ഷിച്ചു വെച്ചാൽ പാവപ്പെട്ടവൻ 2 കൊല്ലം കൊണ്ട് അവിടുത്തെ ഈജിപ്തിലെ പണി പഠിക്കണ വരെ ആ പൊന്ന് പണയം വെച്ചായിരിക്കും ജീവിച്ചിട്ടുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റില്ല. ദൈവം എന്താ, ഒരു മോശം കാലം വരാൻ പോകണമെന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനുള്ള ആസ്തി കൊടുത്തിട്ടുണ്ട്. ബുദ്ധിപരമായിട്ട് നമ്മൾ ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് പല ആൾക്കാർക്ക് കടങ്ങളും പലതരത്തിലുള്ള വിഷമതകളും സാമ്പത്തിക വിഷമം ചെന്നിരിക്കുന്നത്. എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല, അങ്ങനെയുള്ളൊരു ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പരുവം വരുമ്പോൾ സമ്പത്ത് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ഈ ബുധനാഴ്ച, ബുധനാഴ്ച ദിവസം ദൈവം വെളുത്ത പശുക്കൾ തരുമ്പോൾ മെല്ലിച്ച പശുക്കൾ പുറകെ വരുന്നുണ്ടെന്ന് ഓർമ്മ വേണം. പ്രൈസ് ദി ലോർഡ്. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തീയ വേദപുസ്തക സാരസംഗ്രഹങ്ങൾ നമ്മൾ കൂടെ അതിൽ സാക്ഷരത നേടിക്കഴിയുമ്പോൾ അതിൻ്റെ ആധ്യാത്മികമായ സാങ്കേതിക വിദ്യകളുണ്ട്. അതുകൂടി സ്വായത്തമാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം നടത്തണം. എന്നാൽ മാത്രമേ നമ്മൾ ദൈവവുമായിട്ടുള്ള സമ്പർക്കത്തിൽ വളരത്തുള്ളൂ. ദൈവസമ്പർക്കം വളരെ, ക്രിസ്തീയതയിൽ ദൈവസമ്പർക്കം വളരെ എളുപ്പമാണ്. എന്നുവെച്ചാൽ ഇപ്പം നിനക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി, ദൈവം നിന്നെ സഹായിക്കും. ക്രിസ്തീയതയിൽ ദൈവത്തിൻ്റെ പേര് സഹായകനെന്നാണ് ശരിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എൻ്റെ പിതാവ് അയക്കുന്ന സഹായകൻ എന്നേക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തിന് സഹായത്തിൻ്റെ ഒരു കൗണ്ടറുണ്ട്.
ഒരു ഔട്ട്ലെറ്റ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലേക്ക് മനസ്സിലായില്ലേ, നമ്മളെ ഏത് വിധേനയും നമ്മൾ അകപ്പെട്ടു പോയാൽ നമ്മളെ സഹായിക്കണമെന്നുള്ളൊരു മനസ്സിൽ നിന്നാണ് ഈ സഹായകൻ എന്നുള്ള കോൺസെപ്റ്റൊക്കെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈശോ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, സഹായകൻ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജോലി എന്താണ്? നമ്മളെ സഹായിക്കുകയാണ്. നിങ്ങളെ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായും ആദ്യം വരണത് ഈ സഹായകൻ്റെ കൗണ്ടറിലാണ് വരണത്. കർത്താവിൻ്റെ മൗലികമായ, ദൈവത്തിൻ്റെ മൗലികമായ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഒന്നാണ് സഹായം. അമ്മയിലൂടെ പോലും നമുക്ക് കിട്ടുന്ന സഹായങ്ങളെ ദൈവത്തിൻ്റെ പൊതുനിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മളൊരു പ്രത്യേക പ്രയാസത്തിൽ വീണ് കഴിഞ്ഞാൽ ദൈവം നമ്മളെ സഹായിക്കും. അത് ഇസ്രയേലിൻ്റെ ഒരു അനുഭവമാണ്. ഇസ്രയേലിന്, യഹൂദന്മാർക്ക്, അവരാണല്ലോ ഈ വെളിപാടിൻ്റെ ആദ്യത്തെ ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവരും ദൈവത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് തക്ക സമയത്ത് സഹായിക്കുന്നയാളെന്നാണ്. അതുകൊണ്ട് അവിടെ ഈ കാർഷിക വിളകളെല്ലാം നശിച്ച് നാട് നാറാണക്കല്ല് പറിക്കണ ഒരു സമയത്ത് അമ്മമാർ കുഞ്ഞുങ്ങളെ തന്നെത്താൻ പുഴുങ്ങി തിന്നുമായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു കാലം അങ്ങനെ ഉണ്ടായിരുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന് പുഴുങ്ങി തിന്നണ കാലം. അത്രയ്ക്ക് മനുഷ്യൻ വിശന്നിട്ട് ആക്രാന്തം കയറി, കണ്ണിൽ ഭ്രാന്ത് കയറിയ കാലം. നാട് മുഴുവൻ ഒരു രക്ഷയുമില്ല, വെള്ളം കിട്ടാൻ പോലും മാർഗമില്ലാഞ്ഞ ആക്രാന്തത്തിൻ്റെ കാലം. അപ്പോൾ ആ കാലത്ത് ഒരു മനുഷ്യൻ ഇസ്രയേലിലെ രാജാവിനെ കാണും. രാജാവിനെ കാണുമ്പോൾ രാജാവാണല്ല സഹായിക്കേണ്ടത്. അപ്പോൾ ഈ മനുഷ്യൻ പറയും, രാജാവേ സഹായിക്കണമെന്ന് പറയും. അപ്പോൾ രാജാവ് എന്താ പറയണത്? നമ്മുടെ ഉടമ്പടി പുസ്തകത്തിലുണ്ടത്. കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്കെങ്ങനെ സഹായിക്കാൻ കഴിയും? 2 രാജാക്കന്മാർ 6:27. അവൻ പറഞ്ഞു കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ. രാജാവ് പറഞ്ഞു, ഇതാണ് പറഞ്ഞത്, കർത്താവ് സഹായിക്കുന്നില്ലെങ്കിൽ എനിക്കെങ്ങനെ കഴിയും? ഇപ്പം നമ്മൾ സർക്കാർ നിസ്സഹായമായി നിൽക്കുന്ന സമയമുണ്ട്. ഇപ്പോൾ തുടങ്ങിയതല്ലത്, എല്ലാ കാലങ്ങളിലും ഉണ്ട്. ജനങ്ങളെ ഭരിക്കുകയും നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന സർക്കാർ തന്നെ ചില വിഷയങ്ങളിൽ നിസ്സഹായമായി നിൽക്കും. അത് ഞാനും കണ്ടിട്ടുണ്ട്. നമ്മളെത്ര ഇന്ന് കാണുന്ന പല ആൾക്കാരും നമ്മൾ സമാധാന കാലത്ത് മാത്രമാണ് അവർക്ക് അവിടെ അധികാരം പ്രയോഗത്തിൽ വരത്തുള്ളൂ. പക്ഷെ നമുക്ക് സമാധാന കാലത്ത് വലിയ അധികാര സഹായങ്ങൾ ആവശ്യമില്ലതാനും. അതാണ് രസം. സുനാമി വന്ന ദിവസം ഞാൻ രണ്ടാമത്തെ സുനാമി അടിക്കുമ്പോൾ 2000, ഇപ്പോൾ 20 കൊല്ലം കഴിഞ്ഞ്, ഇപ്പോൾ രണ്ടാമത്തെ സുനാമി അടിക്കണ സമയത്ത് ഞാൻ അഴീക്കൽ നിൽക്കുമ്പോഴുണ്ട് അവിടെ ഗൗരിയമ്മ എന്ന മന്ത്രിയാണ്, നാട്ടിലുണ്ട്. കുറേ പോലീസുകാരുമായിട്ട് വന്ന് അഴീക്കൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ റേഡിയോ ടി വിയിലൊക്കെ എല്ലാം വെള്ളാങ്കണ്ണി പള്ളി വരെ കടൽ കയറണതും പിന്നെ എല്ലായിടത്തും ആൾക്കാർ മരിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ കടപ്പുറത്തുനിന്ന് കുടിയൊഴിഞ്ഞ് കിട്ടിയത് ആടെങ്കിൽ ആട്, പശുവെങ്കിൽ പശു, കിട്ടിയതൊക്കെ എല്ലാം എടുത്ത് ഓട്ടോറിക്ഷയിലും പെട്രോറിക്ഷയിലും സൈക്കിളിൻ്റെ പുറകിലൊക്കെ ജനം ഇങ്ങനെ പാലായനം ചെയ്യണ കാഴ്ചയാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ആദ്യം കണ്ടതാണ് ഇങ്ങനെ ജനം ഇങ്ങനെയാണ് കൂട്ടത്തോടെ കുടിയൊഴിഞ്ഞു പോണത് എങ്ങനെയാണെന്ന്. ആ സമയത്താണ് ഗൗരിയമ്മയും കുറേ പോലീസുകാരും കൂടി വന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. മൂന്നാമത്തെ തിര ഇങ്ങനെ തിരിഞ്ഞു വന്നപ്പോൾ
ആൾക്കാർ അലറി കടപ്പുറത്ത് കിടന്നുണ്ട്. അപ്പം തന്നെ ഗൗരിയമ്മ ഒരു കണക്കിന് ഒരു കാല് അകത്ത് വെച്ച് ഒരു കാല് പുറത്ത് വെച്ച് ഒരു കണക്കിന് കാറും കൊണ്ട് അവിടുന്ന് പോലീസുകാരെല്ലാം കൂടി ഓടിക്കളഞ്ഞു അവിടുന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മന്ത്രിയാണെങ്കിലും ഒന്നും ചെയ്യാനില്ല, അവിടെ നിസ്സഹായനാണ്. ആരായാലും നിസ്സഹായനാണ്. അപ്പോൾ എനിക്കൊരു പേടി വന്നത്, ജനമിങ്ങനെ കൂട്ടത്തോടെ പലായനം ചെയ്യണം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസമായി. കാര്യം ഇനി ജനം തിരിച്ചു വരത്തില്ലേ, ഇനി എന്താണ്, കടൽ കയറി വരികയാണ്, മൂന്നാമത്തെ കയറ്റം കയറി കഴിഞ്ഞാൽ നാട് മുങ്ങിപ്പോവുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായത് ഈ മദർ തെരേസയുടെ കുറേ കന്യാസിമാരാണ്. അവർ 3-4 പേര് മനക്കോടത്തുനിന്ന് വന്ന് അഴിക്കാൻ നിൽക്കുകയാണ് ഈ ദുരന്തം കണ്ട്. ഞാൻ ഉടനെ, അവർ കുറച്ച് പ്രാർത്ഥനയൊക്കെ ഉള്ളവരാണല്ലോ, ഒന്നുമില്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ അവർ നല്ല പ്രവർത്തനങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ പ്രാർത്ഥന, പ്രവർത്തനം, പ്രയോഗം എല്ലാം പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അവർക്ക് ബലമുണ്ടാകും, ദൈവതിരുസന്നിധിയിൽ അവർക്ക് ബലമുണ്ട്. അപ്പം ഞാൻ ഉടനെ അവരെയും വിളിച്ചുകൊണ്ട് കടലിലോട്ട് ചെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് എന്താ പ്രശ്നം വെച്ചാൽ, വേറെ അവിടെ കാഴ്ചക്കാരിക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ ആൾക്കാർക്കല്ലാതെ അവിടെ ഒന്നും ചെയ്യാനില്ല. അത് നമ്മൾ കണ്ടതാണ്, നേരെ കണ്ട സംഭവമാണ്. അപ്പം ഞാൻ 4 കന്യാസിമാരെയും വിളിച്ചുകൊണ്ട് കടലിലോട്ട് ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, അവിടെ മുട്ടിയിൽ നിന്നിട്ട് ഇവരുടെ ഈ കന്യാസിമാരുടെ കൈ അപ്പുറത്ത് കോർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ സ്വർഗസ്ഥനായ പിതാവ് നന്മറിഞ്ഞുറയും ചൊല്ലി. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ, ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്, കടലിന് ഓടാമ്പൽ വെച്ചത് നീയാണെന്ന്. നീ ഇന്ന് ഓടാമ്പൽ വെച്ചില്ലെങ്കിൽ ഈ ജനം ഉണ്ടാകത്തില്ല. അതായത് കടലിന് ഓടാമ്പൽ വെക്കുന്നത് കർത്താവാണെന്ന് ജോബിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. ഈ വചനങ്ങൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം തക്ക സമയത്ത് നമുക്കത് പ്രയോഗിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഒരു സഹായം തന്നതാണ്. എന്താണ്, ഈ വചനം ഓർക്കടാ, ഈ വചനം ഓർത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ വചനം ഞാൻ ഓർത്തപ്പോഴേ അത് സഹായമാണ് ശരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ വചനം ഓർപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞത്. എന്താണ്, ഞാൻ പഠിപ്പിച്ചുള്ള നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 14:26. യോഹന്നാൻ 14:26 എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഈ അനുസ്മരണ ഒരു സഹായമായിട്ടാണ് അവിടെ വെളിപാട് കൊള്ളണത്. നിങ്ങൾക്ക് തക്ക സമയത്ത് പ്രാർത്ഥിക്കാൻ വചനങ്ങൾ വേണം. കാര്യം നമ്മൾ വായിത്തൊന്നേ വിളിച്ച് പ്രാർത്ഥിക്കണ പോലെ അല്ല വചനം പ്രാർത്ഥിക്കണത്. വചനം പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിലുള്ളത് എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാണുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ്ദാനമാണത്. അപ്പോൾ ദൈവം, ഇപ്പം നമുക്കറിയാമല്ലോ, ബ്ലോക്കിലായാലും പഞ്ചായത്തിലായാലും നമുക്ക് ഇഷ്ടമുള്ളത് പോയി ചോദിക്കാൻ പറ്റത്തില്ല. ബ്ലോക്കിൽ ചെന്നിട്ടും പറയണേ, എനിക്ക് ഓസ്ട്രേലിയയിൽ പോകണം, കുറച്ച് ലോൺ തരാൻ പറഞ്ഞാൽ പറയും അത് നിങ്ങൾ പോയാൽ ബാങ്കിൽ പോയി അന്വേഷിക്കാൻ പറയും. ബ്ലോക്കുകാരെ തരുക. ഇവിടെ വല്ല ഇറച്ചിക്ക് ഒഴിയുക, പശുവിനെ കുത്തുവെക്കുക, വല്ല പരിപാടി ഉണ്ടെങ്കിൽ ചെയ്യാം. അത് ബ്ലോക്കിൽ ചെന്നിട്ട് നമ്മൾ ഉടനെ ഓസ്ട്രേലിയയിൽ പോകണം, ലോൺ തരണമെന്ന് അവർ തരത്തില്ല. അത് വെച്ച് കഴിഞ്ഞാൽ അവർ അതിൻ്റെ പ്രൊവിഷൻ ഇല്ല. നമ്മളെപ്പോഴും ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത്, ദൈവവചനത്തിൽ അതിൻ്റെ പ്രൊവിഷനുണ്ട്. എന്താണ് നിനക്ക് കിട്ടണമെന്നറിയാം. നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടില്ലേ? അരമണിക്കൂർ എന്ന് പറയുമ്പോൾ ഈ അരമണിക്കൂർ ഇങ്ങനെ നിങ്ങൾ നോവൽ വായിക്കണ പോലെ വായിച്ചു പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു 5 മിനിറ്റ് വായിച്ചിട്ട് അത് തന്നെ ആവർത്തിച്ച് വായിക്കണം. പിടികിട്ടിയ 5 മിനിറ്റ് വായിക്കണം. വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആവർത്തിച്ച് വായിക്കണം. ആവർത്തിച്ച് വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വചനത്തിൽ നിങ്ങൾക്ക് അനോയിൻറ്റിങ് കിട്ടും. വചനത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു 5-8-10 അമ്മമാർ നിൽക്കുകയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ പെറ്റ നമ്മുടെ കുഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ എല്ലാ അമ്മമാരെയും നോക്കും. എന്നിട്ട് ആ കൊച്ചിൻ്റെ അമ്മയെ കാണുമ്പോഴാണ് ആ കൊച്ചിങ്ങനെ കൈവെക്കണത്. അപ്പോൾ ഉടനെ അമ്മ വാരിയെടുക്കും അതിനെ. അതുപോലെ ചില വചനങ്ങൾക്ക് നമ്മളെ കാണുമ്പോൾ അഭിഷേകം ഉണ്ടാകും. നമ്മൾക്കതിൻ്റെ അഭിഷേകം കിട്ടും. ഉടനെ ആ വചനം നമ്മൾ പറയും അത് കാണാതെ പഠിക്കാൻ പറയും. ആ വചനം കാണാതെ പഠിക്കാൻ പറയും. അങ്ങനെ വചനം പഠിക്കണത് അല്ല. ഞാൻ വചനപ്പെട്ടിന്ന് എടുത്തിട്ട് കുറേ വചനം കാണാൻ പഠിച്ചേക്കാം. അല്ലെങ്കിൽ ഞാൻ വചനം വായിക്കുമ്പോൾ അങ്ങോട്ട് വായിച്ച് പോയേക്കാം. അങ്ങനെ വായിച്ചാൽ നിങ്ങൾ അങ്ങനെ വായിച്ച് പോയിക്കൊള്ളൂ. എവിടെ പോകണം നമുക്ക് അവർ പിടിയും കിട്ടത്തില്ല. എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പറ്റത്തില്ല. വായിച്ച് പോകാനല്ല നോക്കേണ്ടത് വചനം.
വചനം 5 മിനിറ്റ് എടുത്തിട്ട്, അരമണിക്കൂർ 5 മിനിറ്റ് എടുത്തിട്ട് ആ വചനം റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. ആവർത്തിച്ച് വായിക്കണം. ഞാൻ ദൈവവുമായിട്ട് ഇടപഴകുകയാണെന്നുള്ള ബോധം ഉണ്ടാകണം. അല്ലാതെ ഒരു പുസ്തകം വായിക്കണം തോന്നരുത്. നമുക്ക് വായിക്കാം, അപ്പം അതുപോലെ ഒരു ബൈബിളും വായിക്കാം. അങ്ങനെ വായിച്ച അഭിഷേകം ഉണ്ടാകത്തില്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തോട് വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വായിക്കുമ്പോൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ കേൾക്കുകയാണ് എന്ന് പറയുമ്പോൾ ഭക്തി തോന്നണം, ഭക്തി ഉണ്ടാകും അല്ലേ? ഞാൻ ദൈവത്തെ കേൾക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിക്കുകയാണ് എന്ന് നമുക്കൊരു ബോധത്തിൽ വേണം വചനം വായിക്കാൻ. 5 മിനിറ്റ് വായിച്ചിട്ട് പിന്നെ റിപ്പറ്റീഷൻ ആയിരിക്കണം അതിൻ്റെ. അങ്ങനെ റിപ്പറ്റീഷൻ ആയിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ആവർത്തിക്കുന്ന ഏതെങ്കിലും വചനത്തിൽ വെച്ച് നമുക്ക് ഒരു അഭിഷേകം ഉണ്ടാകും. അത് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കും. എന്നിട്ട് തങ്ങി നിന്നിട്ട് അതിങ്ങനെ അബീസിലേക്ക് പോകും. ചില സമയത്ത് അബീസിലേക്ക് പോയാലും അതിൻ്റെ കോഡ് അടിച്ച് നമുക്കറിയാമല്ലോ, സെർവറിലേക്ക് നമ്മുടെ മാറ്റർ മൊബൈലിൽ സെർവറിലേക്ക് പോയാലും ശരി, നമ്മളതിൻ്റെ കോഡ് അടിച്ച് കഴിഞ്ഞാൽ ഉടനെ അത് തിരിച്ചു വരും ഇല്ലേ? എന്ത് വീഡിയോ ആണെങ്കിലും നമ്മൾ അതിൻ്റെ കോഡ് അടിച്ച് കൊടുത്താൽ മതി. ഇതുപോലെയാണ് വചനം വായിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഈ പ്രശ്നത്തിന് ഈ വചനം വെച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വായി തോന്നുന്ന പോലെ ഈ സ്വയം പ്രേരിത പ്രാർത്ഥന പോലെ വായി തോന്നുന്ന കോതൊക്കെ പാട്ട് പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല, അത് മനുഷ്യൻ്റെ വചനമാണ്. പലപ്പോഴും ദൈവത്തോട് ഇടപെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം തന്നെയാണ് നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ചിലപ്പോൾ നമ്പരൊന്നും അറിയാൻ പറ്റത്തില്ല, പക്ഷേ ദൈവാംശം അതിലുണ്ടാകണം. ഇപ്പോൾ ഞാനെന്താ പറഞ്ഞത്? കർത്താവേ, ജോബിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, എന്താണ്? കടലിനെ ഓടാമ്പൽ വെച്ചത് അങ്ങാണെന്ന്. കർത്താവ്, ആ ഓടാമ്പൽ ഊരിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ അങ്ങ് തന്നെ അടച്ചു വെക്കണം. ഈ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം. കാരണം ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിക്കാൻ അവിടെ അതിന് ശേഷം പിന്നീട് കടൽ ശാന്തമാകുമല്ലോ. അതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ വിഷയത്തിന് പ്രാർത്ഥനകൾ നിങ്ങൾ പറയുമ്പോൾ പരമാവധി നിങ്ങൾ വളർച്ച പ്രാപിക്കണം. വളർച്ച പ്രാപിച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, ഓരോരോ വിഷയത്തിന് ആസ്പദമായ വചനങ്ങളെ അനുസ്മരിപ്പിച്ച് തരുവാൻ അഭിഷേകം നൽകണമേ. ഓരോരോ വചനത്തിന് ആസ്പദമായ വചനങ്ങളെ, ഓരോരോ വിഷയത്തിന് ആസ്പദമായ വചനങ്ങളെ അനുസ്മരിപ്പിച്ച് നൽകുവാൻ അഭിഷേകം നൽകണമേ. ശ്രുതികടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവത്തിൻ്റെ ഒരു ചായ്വെന്ന് പറയണത് നമ്മളെ ഏത് വിധേനയും ഏതവസ്ഥയിലും സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയാണ് ദൈവത്തിനുള്ളത്. അത് പലപ്പോഴായിട്ട് വെളിപ്പെടുത്തുക മാത്രമല്ല, ഇസ്രായേലിൻ്റെ അനുഭവം മാത്രമല്ല. ഇസ്രായേലിൻ്റെ അനുഭവം എന്താ നമ്മൾ വായിച്ചില്ലേ? 2 രാജാക്കന്മാർ എന്താ പറഞ്ഞു? 2 രാജാക്കന്മാർ 6:27 ആ രാജാവിനോട് ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ എന്താ പറയണത്? രാജാവ് പറയണത്, ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിനെ സഹായിക്കാൻ പറ്റുമോ? അടിസ്ഥാനപരം മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞ്, ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിനെ സഹായിക്കാൻ പറ്റുമോ? ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച പല സഹായങ്ങളും നിങ്ങൾ അങ്കിളിൻ്റെ മകൻ സഹായിച്ചു, അങ്കിള് സഹായിച്ചു, കൂട്ടുകാർ സഹായിച്ചു, നാട്ടുകാർ സഹായിച്ചു, പാർട്ടിക്കാർ സഹായിച്ചു എന്ന് പറയുന്നില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ ഉള്ള സഹായം കൂടി പോകും. എന്താ കാര്യം? ദൈവം സഹായിക്കുന്ന കൊണ്ടാണ് അവർക്ക് നമ്മളെ സഹായിക്കാൻ പറ്റണത്. അത് ഓർക്കണം. അല്ല, നിങ്ങൾ അവരുടെ അടിമകളായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്, വിഷയത്തോടുള്ള ഒരു സുവിശേഷവിഹിതമായ സമീപനമാണ്. എന്താ പറയണത്? ആര് നമ്മളെ സഹായിച്ചാലും എങ്ങനെ സഹായിച്ചതായിരിക്കും? ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞേ? ദൈവം സഹായിച്ചില്ലെങ്കിൽ രാജാവിന് നമ്മളെ സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ ഇന്ന് വരെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, കാര്യം സഹായം നമുക്കറിയാവില്ല, എത്രയോ പേരാണ് സഹായം കൊണ്ട് അധാർമികരായി പോയി. ഇപ്പോൾ ഒരു ദിവസം ഒരു ചേച്ചി പറഞ്ഞു, എൻ്റെ അച്ഛാ,
ഞാൻ നല്ല പ്രതിബദ്ധതയായ ഭാര്യയായിരുന്നു. പക്ഷെ അത് കുമ്പസാരമൊന്നുമല്ല, ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയണതാണ്. ഞാൻ ചേച്ചി പ്രാർത്ഥനാ ജീവിതം ശ്രദ്ധിക്കുക വെച്ചാൽ, പക്ഷേ പ്രാർത്ഥനാ ജീവിതമേ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലെന്ന് പറയും. എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലെന്ന് പറയും. എന്താണ്? അവർക്ക് നല്ല പ്രാർത്ഥനാ ജീവിതം ഒരു കാലത്ത് ഉണ്ടായിരുന്നതാണ്. പ്രാർത്ഥനാ ജീവിതമല്ല, പ്രാർത്ഥന ഉണ്ടായിരുന്നതാണ്. പക്ഷേ കോൺഫിഡൻസ് പോയി. എന്താ കാര്യം? അവർക്ക് മലയാളത്തിൽ എഴുതാൻ അറിയാൻ പാടില്ല. ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, മലയാളത്തിൽ എഴുതാൻ അറിയാൻ പാടില്ല. അപ്പോൾ ഒരു അറബി നാട്ടിൽ ചെന്നപ്പോഴേ അവർക്ക് ഒരു കത്ത് വീട്ടിലോട്ട് മക്കൾക്ക് വിടണം, താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്, അവിടെ ജോലി ചെയ്യുന്നുണ്ട്, നിനക്ക് സുഖമാണെന്ന്. അപ്പോൾ കത്ത് ആദ്യം വീട്ടിൽ നിന്ന് തന്നെ കത്ത് വായിക്കണം. അപ്പോൾ മൊബൈലിൻ്റെ കാലമല്ലത്, 90ൻ്റെ കാലഘട്ടമാണിത്. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ കത്ത് വായിക്കണം, നമ്മൾക്ക് കത്ത് വേറെ ആളിനോട് പറഞ്ഞു കൊടുത്ത് എഴുതിക്കണം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നേ, ഓർക്കണില്ലേ? 85കളൊക്കെ അത്തരം കാലമാണ്. പക്ഷേ എന്ത് പറ്റി? ഈ എഴുതാൻ വന്നവൻ പറഞ്ഞു അവനോട് ശാരീരികമായ ബന്ധമില്ലെങ്കിൽ മറുപടി എഴുതത്തില്ലെന്ന് പറഞ്ഞു. അവസാനം എന്ത് ചെയ്ത്? അവിടെ സഹായിക്കാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അതുകൊണ്ട് അവർ ശാരീരികമായ ബന്ധം ഉണ്ടായി. നോക്കിയേ, അതോടുകൂടി അവിടെ കൃപ പോയി. അപ്പം സഹായിച്ചതാണ്, അവനാണ് സഹായിച്ചത്. അല്ലെങ്കിൽ ഇവർക്ക് ദാർഢ്യത്തോടെ ഇവർക്ക് പറയാമായിരുന്നു, നീ പോടാ അവിടെ നിന്ന്, നീ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ സഹായിക്കുന്നത് നീ വഴിയാണ്, നിനക്ക് സഹായിച്ചില്ലെങ്കിൽ നാളെ വേറെ ആൾ വരും എന്ന് പറയാനുള്ള ചങ്കൂറ്റത്തിൻ്റെ പേരാണ് ആധ്യാത്മികത. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, വിശ്വാസത്തിൻ ആത്മാവേ വരേണമേ, ആശ്വാസത്തിൻ ആത്മാവേ വരേണമേ, പാവനാത്മാവേ പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയത്തിൽ വന്നു വാഴണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു കുറച്ച് പ്രാർത്ഥനകളുടെ സംഹിതയല്ല, മറിച്ചെന്താണ്? ഒരു ജീവിത വിഷയങ്ങളുള്ള ദൈവ കേന്ദ്രീകൃതമായ ഒരു നിലപാടാണ്. അതാണ് ഈ രാജാവ് പറയണത്. നീ എന്നോട് സഹായം ചോദിക്കുന്നു, പക്ഷേ ഞാൻ രാജാവാണ്, എനിക്ക് നിന്നെ സഹായിക്കാം. പക്ഷേ കർത്താവ് നിന്നെ സഹായിച്ചില്ലെങ്കിൽ എൻ്റെ സഹായം വ്യർത്ഥമാണ്. അത് ഇസ്രയേലിന് അറിയാം. യഹൂദ ജനതയ്ക്ക് മുഴുവൻ ആൾക്കാർ, വെളിപാട് ജനതയാണ് അവർക്ക് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് അറിയാം. അതുകൊണ്ടാണ് അവരെന്താ പറയണത്? അവർ പറയുന്നത് നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ, അല്ലേ? 121 സങ്കീർത്തനം വായിച്ചേ, 121:1 വായിച്ചേ. 121 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. സങ്കീർത്തനമാണ്, കൈ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞേ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. അപ്പൊ ഇത് ഇസ്രായേലിലെ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചതാണ്. അപ്പോൾ നിങ്ങളെടുക്കണം, ഇപ്പം നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ ഒത്തിരിയേറെ ആൾക്കാർക്ക് അനുഭവങ്ങളും അതിശയങ്ങളും അനുഗ്രഹങ്ങളും സംഭവിക്കും. പക്ഷേ അതിനെല്ലാം ഓരോ വ്യക്തികളാണ് ദൈവം ഉപയോഗിക്കണത്. പക്ഷേ നിങ്ങളെ സഹായിക്കണത് ആ വ്യക്തികളല്ല. ആരാണ് സഹായിക്കണത്? കർത്താവാണ് സഹായിക്കണത്. നിങ്ങൾ അറിഞ്ഞിട്ട് കർത്താവിനേക്കാൾ വലിയ ഭക്തി ആ വ്യക്തികൾക്ക് കൊടുക്കും. അങ്ങനെയാണ് നിങ്ങൾ പണി മേടിക്കണത്. മനസ്സിലായില്ലേ? നിങ്ങൾ ഉടമ്പടിയോട് കൂടി ഒത്തിരി പേര് നിങ്ങളെ സഹായിക്കും. ഒരു കാലത്തും ബന്ധമില്ലാത്ത, കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ സഹായിക്കും. പക്ഷെ സഹായിക്കണം എങ്ങനെയാണ്? പക്ഷെ ആ സമയത്ത് എന്താ സംഭവിക്കണത്? കർത്താവാണ് അവരെ നിങ്ങളെ സഹായിക്കണം എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. കാര്യം ക്രിസ്ത്യാനിറ്റിയിൽ അങ്ങനെ ദൈവങ്ങളൊന്നുമില്ല. കാണുന്നവരെല്ലാം ഭഗവാനെന്ന് പറയുന്നത് പൊതുധാരണയിൽ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ വരുന്ന പ്രോബ്ലം എന്ന് പറയണത്, നമ്മൾ ഈ ചത്തുപോണ മനുഷ്യർ പലപ്പോഴും ഇവർ നമ്മളൊന്ന് സഹായിച്ചെന്നും പറഞ്ഞ് നമ്മൾ ഉടനെ എടുത്തവരെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വെക്കും. നിങ്ങളെനിക്ക് ദൈവത്തെ പോലെയാണെന്ന് പറയും. അങ്ങനെ ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാരകമായ പാപം, 1-ാം പ്രമാണ ലംഘനമാണ്. അതായത് നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ സ്ഥാനം അറിഞ്ഞോ അറിയാതെയോ അലപരാധികളായ മനുഷ്യർക്ക് കൊടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ
അത് നിങ്ങൾ ആരായാൽ തന്നെയും നിങ്ങൾ ദൈവത്തോട് മാപ്പ് ചോദിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഒരു സഹായം കിട്ടിയതിന്റെ പേരിൽ ഒരു സഹായം കിട്ടിയതിന്റെ പേരിൽ നിന്നെ മറന്ന് നിന്റെ മഹത്വം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിലെ ഞാൻ ആ തിന്മ ആവർത്തിക്കയില്ലെന്ന് പറഞ്ഞുകൊണ്ട് മാപ്പിനായി അപേക്ഷിക്കുന്നു. ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന.